ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നേരെ പോകുന്നത് ആലുവ ഭാഗത്തേക്കാണ്. ആലുവ ഭാഗത്തേക്ക് പോവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൽസാജ് കിച്ചൺ. നമ്മൾ കുറേ നാളായി സോഷ്യൽ മീഡിയയിൽ കാണുന്നു അൽസാജ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്. കുറേ സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സും എല്ലാം അവിടെ പോയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ശനിയാഴ്ചയാണ്. അബ്രുവും ഫ്രീ ആണ്, ഗ്ലോറിയും ഫ്രീ ആണ്, ഞാനും ഫ്രീ ആണ്. അപ്പോൾ പിന്നെ അന്ന് നമ്മളിപ്പോൾ കലൂർ ഭാഗത്തുനിന്ന് ആലുവയിലേക്ക് പോവാണ്. ഇവിടുന്ന് 18-19 കിലോമീറ്റർ ആണ് ഉള്ളത് അങ്ങോട്ടേക്ക്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇപ്പോൾ ഗൈസ് ബിഗ് ബോസിൻ്റെ മെട്രോ സ്റ്റേഷൻ. കണ്ടോ, ഫുള്ള് ബിഗ് ബോസിൻ്റെ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. മഞ്ഞ കളറിൽ ബിഗ് ബോസിൻ്റെ തീമിൽ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞു. ഇതിപ്പോൾ ചെങ്ങമ്പുഴ പാർക്കാണ് കേട്ടോ, ചെങ്ങമ്പുഴ മെട്രോ സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ എടപ്പള്ളി എത്താനാവുകയാണ്. എടപ്പള്ളി പാലമൊക്കെ കയറി നമുക്ക് നേരെ പിടിക്കാം. ഇങ്ങനെയുണ്ട് അൽസാജിലെ ഫുഡ് എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതാ ബിഗ് ബോസിലെ അർജുൻ്റെ ഫോട്ടോ ഇപ്പോൾ കണ്ടില്ലേ സൈഡിൽ. പുള്ളി ഒരു മോഡലായിരുന്നു എന്നല്ല, മോഡലാണ്. അപ്പോൾ പുള്ളി മോഡലിംഗ് രംഗത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത്. നമ്മൾ എന്താണ് അവിടുന്ന് കഴിക്കുക എന്നുള്ളതൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അവിടം വരെ പോയിട്ട് മന്തി കഴിക്കാൻ എന്തായാലും താല്പര്യമില്ല. കാരണം മന്തി നമുക്ക് അതിനെക്കാട്ടും നല്ല മന്തി നമുക്ക് എടപ്പള്ളിയിൽ കിട്ടും. കുറേ ഫിഷിൻ്റെ ഐറ്റംസ് ആയിട്ടുള്ള ഒരു സംഭവം. അത് അവരുടെ വീഡിയോയിൽ തന്നെയാണോ കണ്ടിട്ടുള്ളത് എന്ന് എനിക്ക് ഉറപ്പില്ല. ജസ്റ്റ് നമ്മൾ പോയി നോക്കുകയാണ്. ഇതിപ്പോൾ എടപ്പള്ളി ഫ്ലൈ ഓവറാണ്. ഇതാ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലുലുമാൾ കാണാം കേട്ടോ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. ലുലുമാളിലൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരക്ക് അങ്ങോട്ട് കൂടും. അബ്രേ ബ്രോ, നൂൽ പൊറോട്ട. നൂൽ പൊറോട്ട എൻ്റെ ഇലേക്ക് വിട്ടോ കേട്ടോ. ഇതെന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കളോ. അത് കരിമീൻ തവ ഫ്രൈ ആണ്. തവ ഫ്രൈ ഇതാണ് അല്ലേ. ഇത് കൂന്തള്. ഇത് പിലോപ്പി അല്ല, കരിമീനാണ്. കരിമീനായിരിക്കും. ഞണ്ട്, ക്രാബ്, അതെന്താ പ്രോൺസ്. പിന്നെ സാലഡ്, പിന്നെ പാൽക്കപ്പ. പിന്നെ ഞങ്ങൾ മേടിച്ചത് നൂൽ പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് തുടങ്ങുകയാണ്. ഞാൻ ആദ്യം തന്നെ കുറച്ച് പാൽക്കപ്പയും കൂടെ എടുത്ത് പാത്രത്തിലേക്ക് ഇടാണ്. സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാ സംഭവങ്ങളും പരമാവധി കഴിച്ചു. മാക്സിമം പാത്രം കംപ്ലീറ്റ് ചെയ്തു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്ക്വിഡാണ്. ഓക്കെ, ഒരു തരി പോലും ബാക്കിയില്ലാതെ ആകെ എല്ലും പീസുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഞങ്ങൾ സ്ട്രോബെറി മൊയ്ത്തോയും പിന്നെ ഞാനൊരു ഓറഞ്ച് ജ്യൂസും വാങ്ങി. അടിപൊളിയായിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം ഇവിടെ കാറ്റ് കൊള്ളാനിരുന്നു. ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് വരുന്നത്. നല്ല പുഴയുടെ കാറ്റ് അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്കതൊരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇരുന്നു. ദൂരെ പാലമൊക്കെ കാണുന്നുണ്ട്. അബ്രുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്ഥലം. അവൻ അവിടെ തന്നെ കയറിയിരുന്ന് എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫുഡും അതിൻ്റെ ഒപ്പം തന്നെ നല്ല ആംബിയൻസും. നോക്കി, എൻ്റെ ആ ഷർട്ടിലേക്ക് അടിക്കുന്ന കാറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല കാറ്റാണ്, നല്ല സുഖമാണ് അവിടെ ഇരിക്കാൻ. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ നല്ല തിരക്കും. ഇതിപ്പോൾ സമയം 3 മണീൻ്റെ അടുത്തായി. ആ സമയത്തുള്ള തിരക്കാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. നമുക്കിത് എയർപോർട്ടിൽ നിന്ന് പൊന്തി പോകുന്ന വിമാനം കാണാം. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റ്. നോക്ക്, ഇത്രയും കാറ്റൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ. നൈറ്റ് ആംബിയൻസ് അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു ദിവസം ഒരു നൈറ്റ് വന്ന് നോക്കണം. നൈറ്റ് ആംബിയൻസ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അൽസാജിനോട് ഇവിടെ പറയുകയാണ്, നല്ല ആംബിയൻസുള്ള നല്ല ഭക്ഷണമുള്ള ഒരു അടിപൊളി ഹോട്ടലാണ് അൽസാജ്. ആലുവയിലാണ് സംഭവം. ഇനി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓക്കെ, ഈ ഒരു എപ്പിസോഡ് കണ്ടിരുന്ന നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുകയാണ്. ഓക്കെ, ഇനി തുടർന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് പുതിയ എപ്പിസോഡിൽ കാണാം. ബൈ.